ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാനിലെ വാർഷിക ഖരീഫ് സീസണിന് ഇന്ന് ധോഫർ ഗവർണറേറ്റിൽ ഔദ്യോഗികമായി തുടക്കം. അറേബ്യൻ ഉപദ്വീപിലെ അതുല്യമായ കാലാവസ്ഥാ പ്രതിഭാസമായ ഖരീഫ് എല്ലാ വർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തിന്റെ തെക്കൻ മേഖലയെ പച്ചപ്പ് നിറഞ്ഞ പറുദീസയാക്കി മാറ്റും. പടിഞ്ഞാറ് തീരദേശ പട്ടണമായ ദൽകൂത്തിൽ നിന്നും കിഴക്ക് മിർബാത്തിലേക്ക് വ്യാപിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് സീസണിനെ നയിക്കുന്നത്. ഇത് നേരിയ മഴയും മൂടൽമഞ്ഞും തണുത്ത താപനിലയും ധോഫർ പർവ്വതങ്ങളിലേക്കും സമതലങ്ങളിലേക്കും കൊണ്ടുവരുന്നു. ഈ സ്വാഭാവിക മാറ്റം പരുക്കൻ മരുഭൂമി ഭൂപ്രകൃതിയെ പച്ചപ്പ് നിറഞ്ഞതാക്കി മാറ്റുന്നു. ഒമാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള സന്ദർശകർ ഈ മേഖലയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ സെക്ടർ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സ്വദേശികളും വിദേശികളും ഇവിടങ്ങളിലേക്ക് വരുന്നതിനാൽ ധോഫറിന്റെ ഭരണകേന്ദ്രമായ സലാലയിലേക്ക് എളുപ്പവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ രാജ്യത്തെ സിവിൽ ഏവിയേഷൻ മേഖല എല്ലാ വിമാനത്താവളങ്ങളിലും എയർലൈനുകളിലും പൂർണ്ണ പ്രവർത്തന സന്നദ്ധത പ്രഖ്യാപിച്ചു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ തിരക്കേറിയ ആഴ്ചകളിൽ വർദ്ധിച്ച വിമാന ഗതാഗതം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ദൈനംദിന വിമാന സർവീസുകൾ അവതരിപ്പിക്കുന്നതിനും സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനും ഒമാൻ വിമാനത്താവളങ്ങൾ, ഒമാൻ എയർ, സലാം എയർ, സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. ഒമാൻ ഹോസ്പിറ്റാലിറ്റി മേഖലയും മുന്നേറുകയാണ്. 8000-ലധികം മുറികളുള്ള ധോഫറിലെ 100-ലധികം ലൈസൻസുള്ള ഹോട്ടലുകളും റിസോർട്ടുകളും വേനൽക്കാല പാക്കേജുകളും നവീകരിച്ച സേവനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അൽ-ബലീദ് സലാല, ഹവാന സലാല സമുച്ചയം തുടങ്ങിയ പ്രമുഖ റിസോർട്ടുകളാണ് ഇതിൽ പ്രധാനം. സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി. സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് 4 മണി വരെ തുടർന്നു. സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 50ഓളം ഇന്ത്യൻ പൗരന്മാർ ഇതിൽ പങ്കെടുത്തു. മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ പങ്കെടുത്ത് കോൺസുലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സൗകര്യം അധികൃതർ ഒരുക്കിയിരുന്നു. എംബസി ഉദ്യോഗസ്ഥർ, കോൺസുലർ ഏജന്റ്, സോഷ്യൽ ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺസുലർ, കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നത്. തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കുന്നതിനും സൗകര്യം ഒരുക്കിയിരുന്നു. പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒമാനിൽ തുടക്കമായി. ഇന്നലെ മസ്കറ്റിലും സലാലയിലുമടക്കം യോഗ പ്രദർശനങ്ങൾ അരങ്ങേറി. മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ ഇന്ത്യൻ നാവികസേന കപ്പലുകളായ INS മുർമുഗ, INS തബാർ എന്നിവയിലും സലാലയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്തും യോഗ പ്രദർശനങ്ങൾ അരങ്ങേറി. ധോഫർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവെന്ന 5 ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. നഗരസഭ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അവസാന വാരത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 18 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തു. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുകയോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിലും വിൽപ്പന നടത്തുന്നതിലും നിയമലംഘനങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ 1771 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും ധോഫർ നഗരസഭ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയെ മുൾമുനയിലാക്കി തുടരുന്ന ഇസ്രായേൽ-ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ജനീവയിൽ നിർണായക കൂടിക്കാഴ്ച. സംഘർഷം ഒഴിവാക്കാൻ വഴി തേടി UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി.
ഇറാനിൽ ഇടപെടണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് 2 ആഴ്ച സമയം നയതന്ത്ര ചർച്ചകൾക്ക് അനുവദിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. അതേസമയം മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെ പശ്ചിമേഷ്യയെ ഭീതിയിലാക്കി ആക്രമണം തുടരുകയാണ്. തെക്കൻ ഇസ്രായേലിലെ ബീർഷെവ ലക്ഷ്യമാക്കി തുടർച്ചയായ 2ാം ദിവസവും ഇറാൻ മിസൈലാക്രമണം നടത്തി. ആക്രമണത്തിൽ വീടുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായി. ബീർഷെവയിലെ മൈക്രോസോഫ്റ്റ് കെട്ടിടത്തിനടുത്തു നിന്നും തീ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർഷെവയിലെ സൊറോക്കോ മെഡിക്കൽ സെന്റർ തകർന്നിരുന്നു. 25 മിസൈൽ ആക്രമണങ്ങളാണ് ഇന്നലെ പുലർച്ചെയോടെ ഉണ്ടായതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. തെക്കൻ മധ്യ ഇസ്രായേലിലെ നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത്. വടക്കൻ തുറമുഖ നഗരമായ ഹൈഫയിലുണ്ടായ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായി ഇസ്രായേൽ ആരോപിച്ചു. ഒട്ടേറെ ചെറു ബോംബുകൾ അടങ്ങിയതാണ് ക്ലസ്റ്റർ ബോംബ്. ലക്ഷ്യത്തിലെത്തും മുമ്പ് പൊട്ടി ഉള്ളിലുള്ള ബോംബ് ലൈറ്റുകൾ പലയിടത്തായി വീണ് പൊട്ടിത്തെറിക്കും. വലിയൊരു പ്രദേശത്ത് ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. നിലത്തു വീണ് പൊട്ടാതെ കിടക്കുന്ന ബോംബ് ലൈറ്റുകൾ കുഴിബോംബുകളെ പോലെ അപകടകാരികളാണ്. എന്നാൽ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന ആരോപണം ഇറാൻ നിഷേധിച്ചു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് സ്ഥാപനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് SPND. 60-ലധികം യുദ്ധവിമാനങ്ങളും മിസൈലുകളും ബോംബുകളും ഉൾപ്പെടെ ഏകദേശം 120 ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. SPND ഉൾപ്പെടെ ഇറാനിലെ 12ഓളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ടെഹ്റാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് നേരെയും വെള്ളിയാഴ്ച ആക്രമണം നടത്തിയെന്ന് IDF അറിയിച്ചു. ടെഹ്റാനിലെ കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇറാൻ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ അധികൃതരോ IDFO ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ സിന്ധു ദൗത്യം തുടരുന്നു. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യക്ക് മാത്രമായി ഇറാൻ വ്യോമപാത തുറന്നു. 1000 പേരെ 3 വിമാനങ്ങളിലായി ഇറാനിൽ നിന്നും തിരിച്ചെത്തിച്ചിരിക്കും. ആദ്യ സംഘം ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലെത്തി. രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഘം ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഡൽഹിയിലെത്തും. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനായി വ്യോമപാത തുറക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് പ്രത്യേക ഇടനാഴി അനുവദിക്കുകയായിരുന്നു. ഇന്ത്യക്കായി ഇറാൻ വ്യോമപാത തുറന്നതോടെ ഇന്ത്യക്കാരെ അയൽരാജ്യമായ അർമേനിയയിലെത്തിച്ച് അവിടെ നിന്നും ഡൽഹിയിലെത്തിക്കേണ്ട സാഹചര്യം ഒഴിവായി. കഴിഞ്ഞ ദിവസം അർമേനിയ വഴി ഇറാനിൽ നിന്നും 110 വിദ്യാർത്ഥികളെ ഡൽഹിയിലെത്തിച്ചിരുന്നു. ടെഹ്റാനിൽ നിന്നും റോഡ് മാർഗം അർമേനിയയിലെത്തിച്ച് അവിടെ നിന്നും പ്രത്യേക വിമാനം ഏർപ്പെടുത്തുകയായിരുന്നു. ആദ്യ സംഘത്തിലെ 110 പേരിൽ 90 പേരും കാശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇറാനിൽ 4000-ലധികം ഇന്ത്യക്കാരുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.